ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനാമിക അമ്മ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയാണ്, അവളുമാരുടെയൊക്കെ ഒരു യോഗം, എന്ത് കാണിച്ചാലും ഒന്നും നടക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് വേണു വിളിക്കുവാണ് കേട്ടോ. വേണു വിളിക്കാൻ നേരത്ത് അനാമിക പറയുന്നുണ്ട്, ദേ അച്ഛൻ വിളിക്കുന്നു. രേവതി ഫോൺ എടുത്തിട്ട് പറയുകയാണ്, ഒരുപാട് പ്രതീക്ഷയോടെ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്തായി, കിടപ്പിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കിടപ്പിലായി എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് വേണു പറയുകയാണ്, ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിന് കിടപ്പിലായത് അവളല്ല, ദേവയാനി ചേച്ചിയാ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വേണു ചോദിക്കുകയാണ്, ദേവയാനിയോ, അതെങ്ങനെ ദേവയാനി എടുത്ത് കുടിച്ചത്? അതൊന്നും അറിയത്തില്ല വേണു കേട്ടാ, അവരാ എടുത്ത് കുടിച്ചത്. ഇപ്പം എന്തേ ആകെ പ്രശ്നമായിട്ട് ആശുപത്രിയിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാവരും കൂടെ. എന്തായാലും ഫോൺ വെക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ 100 കണ്ണും കാതും അവിടെ ഉള്ളവർക്ക്. ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് മതിയെന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ വേണു പറയണം, നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് കുളമാവുമെന്നുള്ളത്. നിന്നെ കൊണ്ടൊന്നും ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് വേണു ഫോൺ വെക്കുക കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇനിയിപ്പം എല്ലാവരും പറയുന്ന പോലെ നയന കൊടുത്ത പാൽ കുടിച്ചിട്ടാ അമ്മായിയമ്മയ്ക്ക് വയ്യാണ്ടായി എന്നുള്ള രീതിയിൽ തന്നെ നമുക്കും അങ്ങ് പറയാം. എന്തായാലും നമ്മുടെ തല വരാണ്ട് നോക്കണം എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും ആദർശം നയനയും ജയനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, വൈകിട്ട് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ഞാനും പറഞ്ഞായിരുന്നു മോളെ, തീരെ വയ്യാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്ത് കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ. അപ്പം നയന വയ്ക്കുന്നുണ്ട്, അപ്പം അമ്മയാണോ പാലെടുത്ത് കുടിച്ചേ? ഞാൻ നവീച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചതായിരുന്നു, ആരാ കുടിച്ചതെന്ന് അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ജയൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് അയാൾ പോയി പാലെടുത്ത് കുടിച്ചേ എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കുന്നുണ്ടെന്ന് ആദർശം ഇങ്ങനെ പറയുവാണ്. ഇത് കേട്ട് ജയനും നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവ്യ വിളിക്കുവാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ദേ ചേച്ചി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാണ്. എന്നിട്ട് നയന സംസാരിക്കുവാണ് കേട്ടോ നവ്യയോട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും നിന്നെ സംശയം എന്നിങ്ങനെ പറയുന്നുണ്ട്, നീയാണല്ലോ പാല് കാച്ചി വെച്ചത്, അങ്ങനെ ഒരു പരക്കം പറച്ചിൽ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്കാകെ വിഷമമാവുകയാണ് കേട്ടോ. പക്ഷേ നവ്യ സംസാരിക്കുന്നൊക്കെ ഒളിഞ്ഞു നിന്ന് അനാമിക അമ്മയും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, ഞാൻ പിന്നെ വിളിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ. ആ ഫോൺ വെക്കുന്ന സമയത്ത് നവ്യ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പം നവ്യ ഇറങ്ങി വെള്ളോട്ട് നോക്കുമ്പോൾ അനാമിക അമ്മയും കൂടെ ഓടിപ്പോയി ഒളിക്കുന്നത് കാണുക. അപ്പം തന്നെ നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് നവ്യ മനസ്സിൽ പറയുകയാണ്, കള്ളികൾ രണ്ടും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പോയി നിൽക്കുന്ന കണ്ടില്ലേ, എല്ലാവർക്കും അറിയാം ആരാ എന്താ കാണിച്ചേ എന്നും പറഞ്ഞ് പെറുപെറുത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുക കേട്ടോ നവ്യ. അത് കഴിയുമ്പോഴേക്കും ഡോക്ടർ വരുവാണ്. ഡോക്ടർ വന്നു കഴിയുമ്പോഴേക്കും ആദർശം ജയനൊക്കെ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടർ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എടുത്ത വായില് ചോദിക്കുവാണ്, വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നിയേക്കുന്നത്, വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അതേം ഡോക്ടർ പറയാണ്, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എത്ര വിഷം ഉണ്ടാവുമോ അത്ര വിഷം തന്നെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാം എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ജയൻ ആകെ അന്തം വിട്ട് നിന്നു കേട്ടോ. എന്നിട്ട് പറയണം, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആദർശം പറയുന്നുണ്ട്, അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡോക്ടർ എന്ന് പറയുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ലാസ്റ്റ് പാലായിരുന്നു കുടിച്ചേ, പാലിൽ എന്തായാലും വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ പകച്ച് നിന്ന് പോവുകയാണ്. അതേപോലെ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാറായില്ല, എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ആകെ വിഷമമാവുകയാണ്. നയന പറയുന്നുണ്ട്, അച്ഛാ ഞാനവിടെ വെച്ചിരുന്ന പാലിൽ നിന്നാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, വീട്ടിൽ ഓരോരുത്തർ എന്തൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നറിയാണ്ട് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല അച്ഛാ, അച്ഛൻ വേണമെങ്കിൽ പോയിക്കോ, ഞങ്ങളിവിടെ നിന്നോളാമെന്ന് ആദർശ് നയനയും പറയുന്നുണ്ട്. അതേപോലെ ആദർശ് പറയുന്നുണ്ട്, പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന അപ്പച്ചിയായിരുന്നു, ഇപ്പോൾ പുതിയ മരുമോളും കൂടെ കൂട്ടിന് വന്നേക്കുന്നതുകൊണ്ട് ആരാ എന്താ കാണിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്, എല്ലാവരും ജീവൻ കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ദേവയാനീനെ ഇങ്ങനെ കയറി കാണുന്നുണ്ട് കേട്ടോ. ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് എല്ലാവരും. പിന്നെ വെള്ളമിറങ്ങുന്ന ആദർശ് നയനയോട് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അപ്പച്ചി ആണോ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല, അബിയാണോ എന്നും പറയാൻ പറ്റില്ല, കാരണം ഇന്ന് പതിവില്ലാത്ത സ്നേഹമായിരുന്നു
രണ്ടുപേർക്കും നവ്യേച്ചിയോടും. വീട്ടിലൊക്കെ അബി കൊണ്ടുപോവുകയും ചെയ്തു നവ്യേച്ചിനെ. അതുകൊണ്ട് അവരാണോ ചെയ്തതെന്നറിയില്ല. പക്ഷേ ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് അനാമികയും അവളുടെ അമ്മയും അപ്പച്ചിയും ഒക്കെ അതിലൊക്കെ ഇറങ്ങി നിറപ്പുണ്ടായിരുന്നു പതിവില്ലാത്ത പോലെ. അതുകൊണ്ട് ഇപ്പോൾ ആരാ ചെയ്തതെന്നൊരു പിടുത്തവും ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആരാണേലും അന്നത്തെ മാലയുടെ കേസ് പോലെ തന്നെ ഇതും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവരെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കാകെ ദേഷ്യവും സങ്കടമൊക്കെ വരും കേട്ടോ. അത് കഴിയുമ്പോൾ അനാമിക അവളുടെ അമ്മയെ ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ജലജ പയ്യെ അങ്ങ് ചെല്ലു കേട്ടോ. എന്നിട്ട് ജലജ ചോദിക്കുകയാണ്, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമികയുടെ അമ്മ പറയണം, പിന്നെ അറിയാതെ ദേവയാനി ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയണം, ഉഗ്ര വിഷമകത്ത് എന്നേക്കുന്നതെന്നാണ് കേട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വയ്യാണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമിക ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക, അല്ല ശരിക്കും എന്താ വല്യമ്മയ്ക്ക് പറ്റിയത് അപ്പച്ചി എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും എല്ലാം മനസ്സിൽ വെച്ചിട്ട് ജലജ പറയുവാണ്, എന്ത് പറ്റാനാ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മരുമോൾ അമ്മായിയമ്മയ്ക്ക് വിഷം കലക്കി കൊടുത്തു. അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയത് ഇടത്തിയാണല്ലോ, അപ്പം അതിന് പ്രതികാരം വീട്ടിയതാ എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് രേവതിക്കും ഭയങ്കര സന്തോഷമാണ്. പരസ്പരം നോക്കിയിട്ട് അവർ കണ്ണുകൊണ്ട് കാണിക്കുവാണ്, എന്തായാലും ഇതിൽ പിടിച്ച് നമുക്ക് നിൽക്കാം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ജലജ പറയാണ്, അവളെയും അവളുടെ ചേച്ചീനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും പുറത്താക്കണം. എൻ്റെ മകനെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാണ് അവൾ വളച്ചത്, അങ്ങനെയല്ലേ ഈ വീട്ടിലോട്ട് വന്ന് കയറിയത്. രണ്ടിനെ ഇവിടുന്ന് പുറത്താക്കിയാലേ പറ്റുള്ളൂ. ഇതെന്തായാലും അവർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല കാര്യമാണ്. കാര്യം ഇടത്തി ഹോസ്പിറ്റലായെങ്കിലും ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ജലജ പറഞ്ഞ ഐഡിയ തന്നെ ഏറ്റുപിടിക്കുവാണ് കേട്ടോ അനാമിക രേവതിയും. എന്നിട്ട് അവർ പറയാണ്, ഇതെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ ഈ കാണിച്ചു കൂട്ടിയതിൻ്റെ പേരിൽ എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുവാണ്, എങ്ങനെയും ഈ ഐഡിയ വെച്ച് നയനേനെയും നവ്യേനെയും പുറത്താക്കാമെന്ന് ഓർത്ത്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ മൂർത്തി സാറും ഭാര്യയും കൂടെ എഴുന്നേറ്റ് പതിവായിട്ട് നയന കൊണ്ടുവരുന്ന ചായ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കാണാഞ്ഞിട്ട് അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, നയനമോള് മിക്കവാറും ആദർശനോട് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോയി കാണും, അതായിരിക്കും ചായ കിട്ടാൻ വൈകുന്നത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അങ്ങ് വരുവാണ്, ഒരു ട്രെയിൽ 2 ചായയായിട്ട്. എന്നിട്ട് പറയാണ്, അവൾ അമ്പലത്തിലല്ല പോയേക്കുന്നത്, അവൾ ആശുപത്രിയിലാണ് പോയേക്കുന്നതെന്ന് പറയും കേട്ടോ. ഇത് ചോദിക്കുമ്പോഴേക്കും മൂർത്തി സാർ ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുവാണ്. പെട്ടെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താ മോക്ക് വല്ലതും തലചുറ്റലും വല്ലതും ഉണ്ടായോ, വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജലജ മോത്തടിച്ച പോലെ പറയാണ്, വിശേഷം അവക്കല്ല ഏടത്തിക്കാന്ന് പറയുവാണ്. ഇത് കേട്ട് മൂർത്തി സാറും ഭാര്യയും പരസ്പരം നോക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അപ്പം നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ, ഏടത്തിക്ക് തീരെ വയ്യായിരുന്നു, എന്തോ ക്ഷീണമെന്നൊക്കെയാണ് കേട്ടത്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി രാത്രിയിൽ, നിങ്ങളതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും മൂർത്തി പറയുന്നുണ്ട്, അറിയുന്നില്ല, പിന്നെ ദേവയാനിക്ക് ലോ പ്രഷർ ഉള്ളതല്ലേ, ഇപ്പോൾ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിൻ്റെയും അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കും. അതുമാത്രമല്ലല്ലോ, ദൈവകോപം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അനാവശ്യമായിട്ട് മക്കളെ പിടിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ നോയമ്പും നേർച്ച എടുപ്പിക്കുന്നതിൻ്റെയും ദൈവം കാണാതിരിക്കില്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, സാരമില്ല പോട്ടെ, എന്തേലും ആവട്ടെ, എങ്ങനെ ഉണ്ടാവുമോ ദേവയാനിക്കിപ്പം എന്നിങ്ങനെ പരസ്പരം രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോൾ ജലജ അവിടുന്ന് ചായ കൊടുത്തിട്ടങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അനാമികേനെയും രേവതിനെയാണ് കേട്ടോ. അനാമിക രേവതിയും നവ്യ അതിലെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കും, അങ്ങനെ അവസാനം നിൻ്റെ അനിയത്തി പണി പറ്റിച്ചല്ലോ, അമ്മായിമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. നവ്യ പറയുവാണ്, നീ കൂടുതൽ ഒന്നും പറയണ്ട, ആരാ എവിടെ എന്താ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നയന അത് എനിക്ക് വേണ്ടി എടുത്തു വെച്ച പാലാണ്, അതിൻ്റെ അകത്ത് എന്തേലും വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും കലർത്തിയെന്നും എനിക്കറിയാം. ഇവിടെ നിന്ന് പായസം ഉണ്ടാക്കിയ ദിവസം എങ്ങനെയാണ് അത് മാറിപ്പോയെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും അനാമിക ഒട്ടും വിട്ടു കൊടുക്കാൻ പറയാം, നിനക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കില്ലടി, നീ നിൻ്റെ അമ്മയും കൂടെ അന്ന് പായസത്തിൻ്റെ അകത്ത് ഓരോന്ന് കലർത്തുന്ന കണ്ടിട്ട് ഞാനാണത് മാറ്റി വെച്ച്, അത് അവസാനം നിങ്ങൾ തന്നെ എടുത്ത് കുടിക്കുകയും ചെയ്തു, അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറയുമ്പോഴേക്കും അനാമിക ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂർത്തി സാറും ഭാര്യയും കൂടി അങ്ങ് വരുവാണ്. ഇവരെ കാണുമ്പോൾ എല്ലാവരും സംസാരം നിർത്തുക കേട്ടോ. അതിന് വന്നു കഴിയുമ്പോഴത്തേക്കും മൂർത്തി സാറ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇവിടെ, എന്താ ഒരു വഴക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അനാമിക പറയുകയാണ്, ഇവള് പറയുവാണ് മുത്തശ്ശ എന്ന് പറഞ്ഞ് നവ്യയെപ്പറ്റി ഓരോന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ്,
അവളെ ഇവളെന്നൊക്കെ അനാമിക വീട്ടിൽ പോയി വിളിച്ചാൽ മതി. സ്ഥാനം കൊണ്ടും പ്രായം കൊണ്ടും ഇവർ രണ്ടുപേരും നിനക്ക് ചേച്ചിമാരാണ്. അപ്പോൾ അതിൻ്റെ മര്യാദ കൊടുക്കണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും അനാമികയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അനാമിക അപ്പം സോറി മുത്തശ്ശ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് മകളുടെ സൈഡ് സേഫാക്കാൻ വേണ്ടി രേവതി പറയുന്നുണ്ട്, അല്ല ദേവയാനി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ വയ്യാണ്ടായി എന്ന് കേട്ടപ്പം മോൾക്ക് ആകെ വിഷമമായി. ദേവയാനീനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നിങ്ങനെ പറയുമോ കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇഷ്ടമാണെന്ന് വെച്ച് തോന്നിവാസം വിളിച്ചു പറയാവോ? അതും ശരിക്കും തെളിവുമില്ലാത്തൊരു കാര്യത്തിന് ചുമ്മാ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അനാമികയ്ക്ക് രേവതിക്കും അടി കിട്ടിയതുപോലെ ആവുകയാണ്. രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് നവ്യ പറയാണ്, മുത്തശ്ശ എനിക്ക് വേണ്ടി നയനെ എടുത്തു വെച്ച പാലിലാണ് വിഷം കലർന്നേക്കുന്നത്. എനിക്ക് വേണ്ടി വെച്ച പാൽ ആരോ എടുത്തു കുടിച്ചു. രണ്ടാമത് അവൾ എനിക്ക് വേണ്ടി പാൽ ചൂടാക്കിക്കൊണ്ടും വരുമായിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകെ പെട്ടുപോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന അനാമികനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്